കൊല്ലം ആശ്രാമ മൈതാനിയിൽ ശുചിമുറി മാലിന്യം തള്ളി. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളിയത്. തെക്കുവശത്തെ പ്രധാന കവാടം മുതൽ വടക്ക് ഭാഗത്തെ കവാടം വരെയാണ് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. വെളുപ്പിന് പ്രഭാത സവാരിക്കെത്തിയവരാണ് ശുചിമുറി മാലിന്യം മൈതാനത്ത് തള്ളിയിരിക്കുന്നത് കണ്ടത്. ഹെലിപ്പാഡിന് സമീപമാണ് മാലിന്യം കൂടുതലായി കെട്ടിക്കിടക്കുന്നത്. 150 മീറ്ററോളം ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ പ്രദേശം മുഴുവനും അസഹ്യമായ ദുർഗന്ധം പരന്നു. മൈതാനിയിൽ കളിക്കാനെത്തിയവരുടെ ഗ്രൗണ്ടിലും ശുചിമുറി മാലിന്യം ഒഴുകിയെത്തിയതായും ഇവർ പറയുന്നു. ഒരുപാട് കൊച്ചു പിള്ളേർ വൈകിട്ട് സൈക്കിളോട്ടാകുന്ന സ്ഥലമാണ്. ആൾക്കാർ വണ്ടി പഠിക്കാനേ വരത്തില്ല. ഇങ്ങനെ ഈ വെള്ളം മഴയത്ത് ഈ വെള്ളം ആയി കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പോലും പറ്റത്തില്ല. ഒളിച്ച് അങ്ങോട്ട് വരും, ഞങ്ങൾ കളിക്കുന്ന ഭാഗത്തേക്കും വരും. ഇതിന് നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. രാത്രിയുടെ മറവിലായിരിക്കും, മഴയത്തൊക്കെ ആയിരിക്കും കണ്ടോ. അവിടെ എങ്ങനെ എൻ്റെ പോലെ ഇങ്ങനെ എൻ്റെ വരെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ ഇത് സൂക്ഷിക്കേണ്ട ഒരു മൈതാനം, ഒരു നമ്മളൊരു പൈതൃക മൈതാനം എന്നറിയപ്പെടുന്ന മൈതാനമാണ് ആശ്രാമ മൈതാനം. നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. ശുചിമുറി മാലിന്യം ശേഖരിക്കുന്നതിനായി പ്രത്യേക ടാങ്കർ ലോറികൾ തന്നെയുണ്ട്. ലോറിയുടെ പിറകിലായി വലിയ പൈപ്പും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് തുറന്നുവിട്ട ശേഷം വാഹനം മുന്നോട്ടെടുത്താൽ ആർക്കും സംശയം തോന്നില്ല. അർദ്ധരാത്രിയായാൽ കാണാനും കഴിയില്ല. മാലിന്യമൊഴുക്കിയത് പോലീസിലും കോർപ്പറേഷനിലും നാട്ടുകാർ തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് കോർപ്പറേഷനിൽ നിന്നും ജീവനക്കാരെത്തി ബ്ലീച്ചിംഗ് പൗഡർ തളിച്ചതല്ലാതെ മറ്റു നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൊതുജനങ്ങൾ വന്ന് രാവിലെ എക്സസൈസ് ചെയ്യുന്നവർ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു മൈതാനമാണ് സാറേ. ഈ സൈസ് വൃത്തികെട്ട പണി കൊല്ലം ജില്ലയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ജനങ്ങൾക്ക് മാറാരോഗങ്ങളുടെ ഭീതിയിലാണ് കേരളം. അതിൻ്റെ കൂടെ ഈ കക്കൂസ് മാലിന്യം കൂടെ ഇവിടെ കൊണ്ട് തള്ളുക എന്ന് പറഞ്ഞാൽ എത്ര ധൈര്യത്തോടെയാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇത് ചോദിക്കാൻ അധികാരികളില്ല എന്നുള്ള ഒരു ധാരണയല്ലേ ചെയ്ത ഏതൊരു വ്യക്തിക്കാരും ഉള്ളത്. അവർക്ക് നിയമപരമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.